ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 334 മുതൽ 340 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഈ വീഡിയോയിലെ നാമങ്ങൾ വളരെ ആഴമുള്ള തത്വചിന്തയാണ് നൽകുന്നത്. ഈ നാമങ്ങളിൽ ദേവി പ്രപഞ്ചത്തിനതീതമായ പരമശക്തിയായും വേദങ്ങളിലൂടെ അറിയപ്പെടുന്ന സത്യമായും ഓരോ ജീവിയുടെയും ശരീരത്തിലും ചൈതന്യത്തിലും വസിക്കുന്ന ശക്തിയായും അവതരിക്കപ്പെടുന്നു. 334 നാമം വിശ്വാധിക. വിശ്വത്തേക്കാൾ ഉയർന്നവൾ. നമുക്ക് കാണാൻ കഴിയുന്ന ഈ പ്രപഞ്ചം എത്ര വിശാലമാണെങ്കിലും അതിനെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പരമശക്തി അതിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആ ശക്തിയാണ് ലളിതാംബിക. ഇത് ഒരു വലിയ ആത്മീയ സന്ദേശമാണ് തരുന്നത്. പ്രപഞ്ചം ദേവിയിൽ നിലകൊള്ളുന്നു. പക്ഷേ ദേവി പ്രപഞ്ചത്തിൻ്റെ പരിധിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നർത്ഥം. ഇനി 335 നാമം വേദവേദ്യ. വേദങ്ങളിലൂടെ അറിയപ്പെടുന്ന പരമസത്യമാണ് ദേവി. വേദങ്ങൾ അന്വേഷിക്കുന്ന അന്തിമ സത്യം എന്താണോ അതാണ് ദേവിയുടെ പരമസ്വരൂപം. അതുകൊണ്ട് ദേവിയെ അറിയുക എന്നത് ഒരു രൂപത്തെ മാത്രം അറിയുന്നതല്ല, സൃഷ്ടിയുടെ പിന്നിലെ ചൈതന്യത്തെ തിരിച്ചറിയുകയാണ് എന്നർത്ഥം. ഇനി 336 നാമം വിന്ധ്യാചല നിവാസിനി. വിന്ധ്യപർവ്വതവുമായി ബന്ധപ്പെട്ട് ആരാധിക്കപ്പെടുന്ന ദേവീഭാവമാണ് ഈ നാമം. ഇവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് വസിക്കുന്ന ദേവി എന്ന അർത്ഥത്തിനും അപ്പുറം ഭക്തന്റെ വിശ്വാസത്തിലും ആരാധനയിലും ദേവി സന്നിഹിതയാകുന്നു എന്നതാണ് പറയുന്നത്. ഇനി 337 നാമം വിധാത്രി. സൃഷ്ടിയുടെ ക്രമം നിർണയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൾ. ലോകത്തിലെ ഓരോ കാര്യത്തിനും ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിന് പിന്നിലുള്ള ദൈവീക ബുദ്ധിയും ശക്തിയും ദേവി തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്നത് ദേവി തന്നെ എന്നർത്ഥം. ഇനി 338 നാമം വേദജനനി. വേദജ്ഞാനത്തിൻ്റെ മാതാവ്, അമ്മ. ജ്ഞാനത്തിൻ്റെ ഉറവിടം തന്നെയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ആരാധിക്കുന്നത് വെറും ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, ശരിയായ ജ്ഞാനം ലഭിക്കാനും സത്യത്തെ തിരിച്ചറിയാനും കൂടിയാണ്. ഇനി 339 നാമം വിഷ്ണുമായ. വിഷ്ണുവിൻ്റെ മായാശക്തിയായി പ്രവർത്തിക്കുന്ന പരാശക്തി. പ്രപഞ്ചത്തിലെ നാമരൂപങ്ങൾ പ്രകടമാകാൻ കാരണമാകുന്ന ശക്തിയാണ് മായ. നമ്മൾ കാണുന്ന വൈവിധ്യമാർന്ന ലോകത്തിനും പിന്നിലെ ദൈവീക ശക്തിയായി ദേവിയെ ഇവിടെ കാണുന്നു. ആ ആദി പരാശക്തിയെ കാണുന്നു എന്നർത്ഥം. ഇനി 340 നാമം വിലാസിനി. ദിവ്യമായ ലീലയിൽ ആനന്ദിക്കുന്നവൾ. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയെ ഒരു ദൈവീക ലീലയുടെ ഭാഗമായി കാണുന്ന തത്വമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ 3 അവസ്ഥയിലും ദൈവിക ശക്തിയായി നിലകൊള്ളുന്നു എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി രൂപിണ്യൈ നമഃ.